السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന സ്വഭാവമുള്ള, എപ്പോഴും റബ്ബിനോട് വിനയം കാണിച്ചുകൊണ്ട് അധികാര പദവിയിലാണെങ്കിലും രാജപദവിയിലാണെങ്കിലും അല്പം പോലും മനസ്സിൽ ഒരു ഖിബ്റോ ആ രൂപത്തിലുള്ള ധാരണകളോ കടന്നു വരാതെ അള്ളാഹുവിലേക്ക് വളരെ വിനീതനായിക്കൊണ്ട് ജീവിച്ച മഹാരഥനായ രാജാവും പ്രവാചകനുമായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയ ഒരു തേട്ടമാണ് തുടർന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചതിന്റെ ശേഷമായി കൊണ്ട് തുടർന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. സൂറത്തു സ്വാദിലെ 35-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആ പ്രാർത്ഥന പറയുന്നുണ്ട്. ഖാല റബ്ബിഗ്ഫിർ ലീ വഹബ് ലീ മുൽകൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബിഗ്ഫിർ ലീ, നീ എന്നോട് പൊറുക്കണേ, നീ എനിക്ക് പൊറുത്തു തരണേ. വലിയ പാപങ്ങൾ സംഭവിച്ചതുകൊണ്ടല്ല, മഹാരഥനായ പ്രവാചകന്റെ മനസ്സിലുള്ള വിനയം, എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു പോയെങ്കിൽ അല്ലാഹുവേ നീ പൊറുത്തു തരേണമേ. റബ്ബിഗ്ഫിർ ലീ, നീ എനിക്ക് പൊറുത്തു തരേണമേ. വഹബ് ലീ മുൽക്കാ, നീ എനിക്ക് രാജത്വം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നീ എനിക്ക് അധികാരം തരണേ, രാജത്വം തരണേ. എങ്ങനെയുള്ള രാജപദവിയാണ് എനിക്ക് നൽകേണ്ടത്? ലാ യൻബഗീ ലിഅഹദിൻ മിൻ ബഅദീ, എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത, എന്റെ ശേഷം ഒരാൾക്കും സൗകര്യപ്പെടാത്ത നിലക്കുള്ള ഒരു രാജത്വം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹ്ഹാബ്, നിശ്ചയമായും നീ അത്രേ മഹാദാനശീലനായുള്ളവൻ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുകയാണ്, റബ്ബേ നീ എനിക്ക് രാജത്വം തരണം, അധികാരം തരണം. എങ്ങനത്തെ രാജപദവിയാണ് തരേണ്ടത്? എനിക്ക് ശേഷം ഒരാൾക്കും സൗകര്യപ്പെടാത്ത നിലക്കുള്ള പ്രത്യേകതകളുള്ള രാജപദവി നീ എനിക്ക് തരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ തേടുകയാണ്. ഇവിടെ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചേക്കും. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വഖദ് യസ്അലു സായിലുൻ, ചിലപ്പോ മനുഷ്യന്റെ മനസ്സിൽ ഒരു സംശയം തോന്നിയേക്കും, കൈഫ യത്ലുബു നബിയുല്ലാഹി ദുനിയാ, ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഐഹിക ലോകത്തെ സുഖങ്ങൾ ആവശ്യപ്പെടാ? രാജാധികാരത്തിന് വേണ്ടി തേടല്ലേ? അധികാരത്തിന് വേണ്ടി ഒരു നബി, ഭൗതികമായൊരു സുഖാണല്ലോ അധികാരം എന്നുള്ളത്, അതിനുവേണ്ടി ഒരു നബി എങ്ങനെ തേടും? അമ്പിയാക്കന്മാർ ഐഹികമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിരക്തിയുള്ളവരാണല്ലോ. അവർ ആഡംബരത്തിനും അധികാരത്തിനൊന്നും കൊതിയില്ലാത്ത ആളുകളാണല്ലോ. എങ്കിൽ പിന്നെ മഹാരഥനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് തനിക്ക് ശേഷം ഒരാൾക്കും സൗകര്യപ്പെടാത്ത നിലക്കുള്ള, യോജിക്കാത്ത നിലക്കുള്ള പ്രധാനപ്പെട്ട ഒരു അധികാര പദവി, രാജത്വം നീ എനിക്ക് തരണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി എന്ന ഒരു സംശയം സ്വാഭാവികമാണ്. ഫൽ ജവാബ്, അതിനുള്ള മറുപടിയും നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ മറ്റുള്ള ഭൗതിക രാജാക്കന്മാരെ പോലെ മാ അറാദ ദുനിയാ ലി അജ്ലി ദുനിയാ, ദുനിയാവിലെ അധികാരം കൊതിച്ചിട്ട് ചോദിച്ചതല്ല. ദുനിയാവിൽ അധികാരവും ആഡംബരങ്ങളും ഒക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് സുഖിച്ച് മതിച്ചങ്ങനെ കാലം കഴിക്കണം എന്ന ഉദ്ദേശത്തിലല്ല തേട്ടം. മറിച്ച് ഇന്നമാ അറാദ ദുനിയാ, ഈ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത് ലിയതഖറബ ബിഹാ ഇലല്ലാഹി തബാറക വ തആല, അല്ലാഹുവിലേക്ക് അദ്ദേഹത്തിന് അത് മുഖേനയും പുണ്യം ചെയ്യാനാണ്. അധികാര പദവി കിട്ടിയാലും അതും അള്ളാന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരു മാർഗമാക്കി മാറ്റാനാണ് മഹാനവറുകൾ അത് ചോദിച്ചത്. അദ്ദേഹം അധികാരം ചോദിച്ചതിലൂടെ ഈ ദുനിയാവിൽ ഹഖ് ഇവിടെ നിലനിർത്താൻ സാധിക്കണം, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ അധികാരത്തോടെ നിലനിർത്താൻ സാധിക്കണം, നീതി സമൂഹത്തിനിടയിൽ നടപ്പിലാക്കണം. കാരണം ചുറ്റുഭാഗത്തും രാജ്യങ്ങളിലുമൊക്കെയുള്ള രാജാക്കന്മാര് അനീതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അനിസ്ലാമികമായ നിരക്ക് ചെയ്യുന്ന രാജാധികാരമാണ് പരിസരത്തൊക്കെയുള്ളത്. അതുകൊണ്ട് അതിന്റെ ചുറ്റും പല ഭാഗത്തും പലരുമുള്ളപ്പോ അള്ളാഹുവിന്റെ ദീന് ശരിക്കും പ്രചരിപ്പിക്കാൻ ഉതകുന്ന നിലക്ക് അതിന് തന്റെ കയ്യിൽ നല്ല അധികാരം വേണം. ശേഷക്കാർക്കാർക്കും ലഭിക്കാത്തത്ര വലിയ, അവർക്കാർക്കും സൗകര്യപ്പെടാത്തത്ര വലിയ പദവി വേണം. അങ്ങനെ ഈ നാടൊട്ടാകെ തന്റെ ഈ പ്രത്യേകമായ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്കൊക്കെ ഇസ്ലാമിനെ എത്തിക്കുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദം എല്ലായിടത്തും മലയടിക്കുവാനും അനീതി വിളയാടുന്ന ഇടങ്ങളിലൊക്കെ അനീതിയും അധർമ്മവും അവസാനിപ്പിച്ചുകൊണ്ട് നീതി പുലർത്തണം. അല്ലാഹുവിന്റെ ദീനിന്റെ ശരിയായ രൂപത്തിലുള്ള ചിത്രം എന്താണെന്ന് സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കണം. അതിന് തന്റെ കയ്യിൽ വിശാലമായ അധികാരമുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ആ നിയത്തിലാണ് മഹാനവറുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അതല്ലാതെ കണ്ട് ദുനിയാവിലെ അധികാരം കിട്ടിയിട്ട് ഒരാളും എന്നെ ജയിച്ചടക്കാനാവാത്ത നിലക്ക് അത്ര വമ്പിച്ച ഒരു രാഷ്ട്രം എനിക്ക് കിട്ടിയിട്ട് ഇവിടെ സുഖങ്ങളുടെ പറുദീസയിലും സൗകര്യങ്ങളുടേതായ ഏറ്റവും വലിയ രൂപത്തിലുള്ള ആഡംബരങ്ങളിലുമൊക്കെ സുഖിച്ച് മതിച്ചങ്ങനെ ദുനിയാവിലങ്ങ് കഴിച്ചു കൂട്ടാമെന്ന ഉദ്ദേശത്തിൽ മഹാനവറുകൾ ചോദിച്ചിട്ടേ ഇല്ല. അതിന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തെളിവാണ്. അധികാരം കയ്യിൽ വന്നപ്പോഴും ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരുമ്പ് പണി ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേപോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. ദുന്യാവ് നേടാനല്ല അധികാരം ചോദിക്കുന്നത്. അധികാരം ചോദിച്ചത് റബ്ബിന്റെ ദീന് വളർത്താനാണ്. അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന് ചുറ്റുഭാഗത്തുമുള്ള ജനതക്കിടയിൽ അത് പ്രചരിപ്പിക്കാനും വിശാലമായി പരന്നു കിടക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം തന്റെ അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് മഹാനവറുകൾ അത് തേടിയതും ചോദിച്ചതും. അതല്ലാതെ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി ഒരു നബി തേടൂല, അതിനുവേണ്ടി തേടിയതുമല്ല. ഏതുപോലെ
മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മിസ്ർ ഭരിച്ചിരുന്ന രാജനോട് ആവശ്യപ്പെട്ടത് എന്താ? ഇജ്അൽനീ അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം. ഇജ്അൽനീ അലാ ഖസാഇനിൽ അർദി, ഈ രാജ്യത്തുള്ള ഖജനാവിന്റെ സൂക്ഷിക്കുന്ന അധികാരം താങ്കൾ എനിക്ക് തരിക. ട്രഷറി വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യാം. ഇവിടെയുള്ള പൊതു ഖജനാവിന്റെ ഉത്തരവാദിത്തത്തിൽ എന്നെ നിയോഗിച്ചാലും ഇന്നി ഹഫീളുൻ അലീം, എനിക്കത് സൂക്ഷ്മമായി സൂക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അറിവും എനിക്കുണ്ട്. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് രാജാവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് അധികാരത്തിന്റെ സിംഹാസനത്തിൽ വാണ് സുഖിച്ചുല്ലസിക്കാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ച് എന്താ? ആ രാജാവിന്റെ കീഴിലും ഇസ്ലാമികമായി തനിക്കെന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യാൻ അധികാരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താമല്ലോ. ആ നിലക്കാണ് ഒരു അനിസ്ലാമികമായ രാജാവാണ് അവിടെ ഉള്ളതെങ്കിലും ആ രാജ്യത്തിന്റെ കീഴിലും തനിക്കൊരു അധികാരം മഹാനവറുകൾ ചോദിച്ചു വാങ്ങണമെന്തിനാ? അത് കിട്ടിയിട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിലൂടെ ആ അധികാര പദവി കൈയാളിയിട്ട് സമൂഹത്തിന് നീതിയും സമൂഹത്തിന് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളുമൊക്കെ ആവുന്ന നിലക്ക് തനിക്ക് ചെയ്യാമല്ലോ എന്ന പുണ്യകർമ്മവും സൽക്കർമ്മവും ചെയ്യുവാനുള്ള ആവേശവും ഉത്സാഹവുമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അധികാരം ചോദിച്ചതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് രാജാധികാരം ചോദിച്ചതിന്റെ പിന്നിലും ഉദ്ദേശമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദിന്റെയും സത്യമതത്തിന്റെയും പ്രബോധനത്തിനും പ്രചാരണത്തിനും തനിക്ക് കൈവരുന്ന രാജത്വവും അതുപോലെ തന്നെ പ്രതാപത്തെയും ഉപയോഗപ്പെടുത്തണം എന്ന ലക്ഷ്യമായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജത്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം തേടുകയാണ്. ആ രാജത്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം തേടുകയാണ്. ആ രൂപത്തിൽ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തേടി. അല്ലാഹു തആല ഉത്തരം കൊടുക്കുകയാണ്. അള്ളാഹു ഉത്തരം കൊടുത്തു. ഇക്കാല പ്രവാചകന്മാർക്കും മുൻഗാമികൾക്കാർക്കും ലഭിച്ചിട്ടില്ലാത്ത ചില പ്രത്യേകമായ അത്ഭുതകരങ്ങളായ പല പ്രത്യേകതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രകടിപ്പിക്കുകയാണ്. തുടർന്നുകൊണ്ട് അള്ളാഹു എന്താ പറയുന്നത്? ആ ദുആ നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ് സൂറത്തു സ്വാദിലെ 36, 37, 38 ആയത്തുകളിലൂടെ فسخرنا له الريح تجري بأمره رخاء حيث أصاب والشياطين كل بناء وغواص وآخرين مقرنين في الأصفاد فسخرنا له الريح. അപ്പോൾ അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു അർരീഹ, കാറ്റിനെ. ഒരു സ്പെഷ്യൽ കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. മറ്റൊരു ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു അത്ഭുതകരമായ കാര്യമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാറ്റിനെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ആ കാറ്റിന്റെ പ്രത്യേകത എന്താ? തജ്രീ ബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സഞ്ചരിക്കുന്നു. റുഹാഅൻ, സൗമ്യമായ നിലയിൽ, മാർദ്ദവമായ നിലയിൽ. ആ കാറ്റ് അപകടകാരിയായ കാറ്റല്ല, സൗമ്യവും അതുപോലെ തന്നെ മാർദ്ദവവുമായ നിലക്ക് ആ കാറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുകയാണ്. ഹൈസു അസാബ്, അദ്ദേഹം ലക്ഷ്യം വെച്ചിടത്തേക്ക്. എവിടേക്കാണോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലക്ഷ്യം വെക്കുന്നത് അങ്ങോട്ട് അതിശീഘ്രമായി. ആസിഫത്തൻ എന്ന മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത് ശക്തമായി അടിച്ചു വീശുന്നുണ്ട്. അതിന്റെ സ്പീഡാ പറയുന്നത്. എന്നാൽ അപകടകാരിയല്ല. റുഹാഅൻ, സൗമ്യമാണ്, മാർദ്ദവമാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ കാറ്റിനെ കൊണ്ടുപോവുകയാണ്. ഇതേ കാര്യം തന്നെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല കുറച്ചുകൂടെ സബയിൽ അല്ലാഹു തആല പറഞ്ഞു. അംബിയായിലുമുണ്ട്, സബയിലും നമുക്ക് കാണാൻ സാധിക്കും. വലി സുലൈമാന الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين
ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. അംബിയായിലെ 81-82 ആയത്തുകൾ ഇവിടെ പറഞ്ഞ അതേ ആശയം തന്നെ. ഇവിടെ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ച് ആ കാറ്റിങ്ങനെ സഞ്ചരിക്കും. റുഹാഅൻ, സൗമ്യമായ നിലക്ക്, അപകടകരമൊന്നുമില്ല. ഹൈസു അസാബ, അദ്ദേഹം ലക്ഷ്യം വെച്ചിടത്തേക്ക്. അതുപോലെ തന്നെ വശയാത്തീന, പിശാചുക്കളെയും ശൈത്താന്മാരെയും അല്ലാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ല ബന്നായിൻ, നിർമ്മാണ വിദഗ്ധരായ, വഗവാസിൻ, മുങ്ങൽ വിദഗ്ധരായ, കെട്ടിട നിർമ്മാണത്തിൽ വലിയ കഴിവുള്ള, മുങ്ങുന്നതിൽ മുങ്ങൽ വിദഗ്ധരൊക്കെയായ ശൈത്താന്മാർ. വാഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വേറെ ചിലരെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന വേറെ ചിലരെയും, അങ്ങനത്തെ ചില ശൈത്താന്മാരെയും അല്ലാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അത് അംബിയായിലും പറയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആസിഫത്തൻ, അത് ശക്തമായി അടിച്ചു വീശുന്ന കാറ്റാണ്. ശക്തമായി അടിച്ചു വീശുന്നു എന്ന് പറയും. അതിന്റെ സ്പീഡാണ് പറയുന്നത്. ഇവിടെ റുഹ എന്ന് പറഞ്ഞു സൂറത്ത് സ്വാദിൽ. അത് അപകടകാരിയൊന്നുമല്ല. ശക്തമായി കൊടുങ്കാറ്റ് അടിച്ചാൽ അപകടങ്ങളാണ്, നാശം വരച്ചുകൊണ്ടാണ് കൊടുങ്കാറ്റ് കടന്നു പോവുക. പക്ഷെ ഇവിടെ ആസിഫത്തൻ, കൊടുങ്കാറ്റാണ്. ശക്തമായി അടിച്ചു വീശുന്ന കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നാൽ അത് അപകടകാരിയല്ല. അതുകൊണ്ടാണ് സൂറത്ത് സ്വാദിൽ പറഞ്ഞത് എന്ത്? റുഹാഅൻ, അത് സൗമ്യമാണ്, സൗമ്യമാണ്, അപകടം വിതറുന്ന കാറ്റായിരുന്നില്ല. അങ്ങനെ തജ്രീബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സഞ്ചരിക്കുന്നു. ഇലൽ അർളി, ഒരു പ്രദേശത്തേക്ക്, അല്ലത്തി ബാറക്നാ ഫീഹാ, നാം ബറക്കത്ത് ചൊരിഞ്ഞിട്ടുള്ള പ്രദേശത്തേക്ക്. ഡമസ്കസും സിറിയയും ഒക്കെ അടങ്ങുന്ന ആ പ്രദേശങ്ങളിലേക്ക് മഹാനവറുകളുടെ നിർദ്ദേശമനുസരിച്ച് കാറ്റ് ഇങ്ങനെ പോവുകയാണ്. വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും നാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു പറയാണ്. വമിനശ് ശയാത്തീനി, ശൈത്താന്മാരിൽ നിന്നും അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. മയ്യഗൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടി മുങ്ങുന്ന ശൈത്താന്മാർ, മുങ്ങൽ വിദഗ്ധർ. വയഅമലൂന അമലൻ ദൂന ദാലിക, അതല്ലാത്ത വേറെയും കുറെ പ്രവർത്തികൾ ചെയ്തു കൊടുത്തിരുന്ന ശൈത്താന്മാർ. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രവർത്തികൾ ശൈത്താന്മാർ ചെയ്തിരുന്നു എന്ന്. വകുന്നാ ലഹും ഹാഫിളീൻ, നാമാണ് അവരെയൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഈ കാറ്റിനെ സംബന്ധിച്ച് അംബിയായിലും പറഞ്ഞു, സൂറത്ത് സ്വാദിലും പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് സബയിലെ 12-ാമത്തെ ആയത്തിൽ വേറൊരു കാര്യം വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. ولسليمان الريح غدوها شهر ورواحها شهر. ولسليمان الريح, സുലൈമാൻ കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ എന്തിനെ കീഴ്പ്പെടുത്തി കൊടുത്തു? കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. തീർന്നില്ല. ഗുദുവുഹാ ശഹ്റുൻ, അതിന്റെ കാലത്തെ പോക്ക് ശഹ്റുൻ, ഒരു മാസമാണ്. വറവാഹുഹാ ശഹ്റുൻ, അതിന്റെ വൈകുന്നേരത്തെ വരവും ഒരു മാസമാണ്. രാവിലെ പോയാൽ ആ കാറ്റിൽ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാറ്റിൽ രാവിലെ അങ്ങ് സഞ്ചരിച്ചാൽ ഉച്ചയാകുമ്പോഴേക്ക് ഒരു മാസത്തെ വഴിദൂരാണ് കവർ ചെയ്യും. ഉച്ചയാകുമ്പോഴേക്ക്, ഉച്ചക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരമാകും ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് റവാഹുഹാ ശഹ്റുൻ, ഗുദുവുഹാ ശഹ്റുൻ, രാവിലെ പുറപ്പെട്ട് ഒരു മാസത്തെ വഴിദൂരമാണ്. ഇങ്ങോട്ട് മടങ്ങി വരുമ്പോഴേക്ക് റവാഹുഹാ ശഹ്റുൻ, ഒരു മാസത്തെ വഴിദൂരാണ്. ഒരൊറ്റ കാറ്റ്, ആ കാറ്റ് മുഖേന ശക്തമായി മാസങ്ങളുടെ വഴിദൂരമാണ് മഹാനവറുകൾ താണ്ടിയിരുന്നത്. എങ്ങനെയാണ് ആ കാറ്റിലൂടെ മഹാനവറുകൾ സഞ്ചരിച്ചത് എന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ചില റിപ്പോർട്ടുകളിലൊക്കെ ചില മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, തേര് പോലെയുള്ള എന്തോ ഒരു പ്രത്യേകമായ സംവിധാനം ഉണ്ടായിരുന്നുവെന്നും അതിലായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിവാരങ്ങളും ഒക്കെ കയറിയിരുന്നതെന്നും അതിശീഘ്രം ആ തേര് പോലെയുള്ള പ്രത്യേകമായ വാഹനം കാറ്റിൽ അതിശീഘ്രം അത് കുതിച്ചു പാഞ്ഞിരുന്നു. വളരെ 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 താണ്ടി കിലോമീറ്ററുകളും ധാരാളക്കണക്കിന് മൈലുകളും താണ്ടിക്കൊണ്ട് അങ്ങനെ കാറ്റ്. അതുപോലെ തന്നെ അന്ന് സമുദ്രമാർഗത്തിലൂടെ പലയിടങ്ങളിലേക്കും ബിസിനസ്സിനും മറ്റുമൊക്കെ പോയിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ ഘട്ടത്തിൽ സമുദ്രത്തിലൂടെ കാറ്റുകളുടെ ഗതിക്കനുസരിച്ചാണല്ലോ കപ്പലുകളുടെ സഞ്ചാരം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ആ കാറ്റുകൾ ഇങ്ങനെ ആ കപ്പൽ കുതിച്ചു വായുവാനും ആ നിലക്കും അതല്ലാത്ത നിലക്കുമൊക്കെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച അത്ഭുതകരമായ കാര്യമായിരുന്നു ആ കാറ്റിന്റെ സഞ്ചാരം. അത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രം ഉണ്ടായതാണ്.
അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ മഹാരഥനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ ശൈത്താന്മാര് ജിന്നുകള്, അതുപോലെ തന്നെ ജിന്ന് എന്ന് പറയുന്നത് മനുഷ്യരെ പോലെ തന്നെ മറ്റൊരു വർഗം. മനുഷ്യരിലുമുണ്ട് ശൈത്താൻ, ജിന്നിലുമുണ്ട് ശൈത്താൻ. രണ്ടിലുമുള്ള നീചവും നികൃഷ്ടവുമായ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ശൈത്താന്മാരാണ്. ശയാത്തീനുൽ ഇൻസി ശയാത്തീനുൽ ജിന്നി. മനുഷ്യരിലുമുണ്ട് ശൈത്താന്മാർ, ജിന്നുകളിലുമുണ്ട് ശൈത്താന്മാർ. അപ്പൊ ഇവരെയൊക്കെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ പറവകൾ, അദ്ദേഹത്തിന്റെ സൈന്യങ്ങളിൽ പക്ഷികൾ ഉണ്ടായിരുന്നു, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രാണികളുടെ സംസാരങ്ങൾ വരെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ആ ഒരു പ്രത്യേകമായ അനുഗ്രഹം വേറെ ആർക്കും അത് ലഭിച്ചിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമ്മൾ കേട്ടില്ലേ? ശേഷക്കാർക്ക് ആർക്കും സൗകര്യപ്പെടാത്ത നിലക്കുള്ള ഒരു അധികാരം നീ എനിക്ക് തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ 1-2 സംഭവങ്ങൾ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ ഞാൻ നിസ്കരിക്കുന്ന വേളയിൽ എന്റെ നിസ്കാരം ഫസാദാക്കാൻ വേണ്ടി എന്റെ മേൽ ചാടി വീണു. ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ, ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കെ എന്റെ നിസ്കാരം മുറിച്ചു കളയാനും ഫസാദാക്കാനും എന്റെ മേരെ അവൻ ചാടി വീണു. എനിക്ക് അവനെ കാര്യത്തിൽ അല്ലാഹു സൗകര്യം ചെയ്തിരുന്നു. ഞാൻ അവനെ പിടിച്ചു. ബുഖാരിയിലുള്ള ഹദീസാണ്. പിടിച്ചു മാത്രല്ല, മദീനത്തെ പള്ളിയുടെ തൂണിൽ അവനെ കെട്ടിയിടാനും പിന്നീട് നിങ്ങൾക്കൊക്കെ കാണുമാർ അവനെ ആ തൂണിൽ തന്നെ ബന്ധിച്ചിടാനും ഞാൻ ഉദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ സുലൈമാൻ, എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ ഞാൻ ഓർത്തുപോയി. റബ്ബിഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി. എന്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത, സൗകര്യപ്പെടാത്ത അധികാരം നീ എനിക്ക് സ്പെഷ്യലായി നൽകണം എന്ന മഹാനവറുകൾ തേടിയിട്ടുണ്ടല്ലോ. ശൈത്താന്മാരെയും ജിന്നുകളെയും കീഴ്പ്പെടുത്തി കൊടുത്ത ആ പ്രത്യേകമായ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മാത്രമായി അല്ലാഹു കൊടുത്ത അതിനോടുള്ള അദബ് മര്യാദ പാലിച്ചുകൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിസ്സാരനായ നിലക്ക് ഞാൻ അവനെ വിട്ടുകളഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവനെ തൂണിൽ ബന്ധിച്ചിടാൻ ഞാൻ വിചാരിച്ചു പോയി, നിങ്ങൾക്കൊക്കെ കാണാൻ മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന ഞാൻ ഓർത്തുപോയി. കാരണം അത് ആർക്കും യോജിക്കാത്ത ഒരു അധികാരമാണ്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പ്രകടമായ ഒരു അത്ഭുതം അദ്ദേഹത്തിലൂടെ കീഴ്പ്പെടുത്തി കൊടുത്തതായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ മറ്റൊരു സംഭവം അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിയും പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ കേട്ടു, പതിവില്ലാതെ അഊദു ബില്ലാഹി മിൻക എന്നിങ്ങനെ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിൻക, നിന്നിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന ഒരു സ്വഹാബത്ത് കേൾക്കുക. മാത്രല്ല പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലനുക ബിലഅനത്തില്ലാ, അല്ലാഹുവിന്റെ ശാപം കൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നടാ എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറയുന്നുണ്ട്. വബസത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വബസത യദഹു, കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. കാന്നഹു യതനാവലു ശൈഅൻ, എന്തോ ഒന്നിനെ പിടിക്കാൻ പോകും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈ നീട്ടിപ്പിടിക്കുന്നതും കണ്ടപ്പോ ഫലമ്മാ ഫറഗ മിനസ് സലാഹ്, നിസ്കാരം കഴിഞ്ഞപ്പോ ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ നിസ്കാരത്തിൽ പതിവില്ലാത്ത ചില വാചകങ്ങൾ പറയുന്നതായി ഞങ്ങൾ കേട്ടല്ലോ, പതിവില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കൈ നീട്ടി പിടിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുകയും ചെയ്തല്ലോ, എന്തായിരുന്നു സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അദുവല്ലാഹി ഇബ്ലീസ്, അല്ലാഹുവിന്റെ ശത്രുവായ ഇബ്ലീസ് എന്റെ അടുക്കൽ ഒരു തീക്കൊള്ളി കൊണ്ടുവന്നു എന്റെ മുഖം കരിക്കാൻ. ഒരു തീക്കൊള്ളി എന്റെ മുഖത്തേക്ക് ഇടാൻ വേണ്ടി ശൈത്താൻ വന്നു, ഇബ്ലീസ് വന്നു. ഫഖുൽതു, അന്നേരമാണ് ഞാൻ പറഞ്ഞത്, അഊദു ബില്ലാഹി മിൻക 3 മററാത്ത് സുമ്മ ഖുൽതു വൽഅനുക ബിലഅനത്തില്ലാഹി താമ്മ ഫലം യതഅഖർ 3 മററാത്ത്. ഞാൻ 3 തവണ പറഞ്ഞതൊക്കെ ആ നേരത്താണ്.
പിന്നെ ഞാൻ അവനെ പിടിക്കാൻ ഉദ്ദേശിച്ചു ആണ് ആ കൈ നീട്ടി അവനെ പിടിക്കാൻ ഉദ്ദേശിച്ചു. എന്നിട്ട് പറയാണ് വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ലൗലാ ദഅവതു അഖീനാ സുലൈമാൻ നബി, എന്റെ സഹോദരൻ, നമ്മുടെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ലഅസ്ബഹ, ആ ഇബ്ലീസ് ആകുമായിരുന്നു മൂസഖൻ, ബന്ധിക്കപ്പെട്ടവനായി, യൽഅബു ബിഹി സിബിയാനു അഹ്ലുൽ മദീന, മദീനത്തെ കുട്ടികൾ അവനെ കൊണ്ട് കളിക്കുന്ന നിലക്ക് അവനെ കെട്ടിയിടുമായിരുന്നു ഞാൻ. സഹീഹ് മുസ്ലിമിലുള്ള 542ാമത്തെ ഹദീസ്. നേരത്തെ കേട്ടത് സഹീഹുൽ ബുഖാരിയിലാണ്. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായ അനുഭവങ്ങളിൽ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജത്വത്തിന്റെ പവറും അദ്ദേഹത്തിന് മറ്റൊരാൾക്കും നൽകപ്പെടാത്ത നിലക്കുള്ള അധികാരം നൽകണേ എന്ന മഹാനവറുകളുടെ പ്രാർത്ഥനയോടുള്ള മര്യാദയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പിൽക്കാലത്ത് പാലിച്ചു. അത്ര വലിയ ഒരു സാമ്രാജ്യത്തിന്റെയും മറ്റാർക്കും ലഭ്യമായിട്ടില്ലാത്ത പ്രത്യേകതകൾ നിറഞ്ഞ അത്ഭുതകരമായ ഒരു രാജത്വ പദവിയുടെയും പ്രത്യേകതകളാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ രൂപത്തിലുള്ള പ്രത്യേകതകളൊക്കെ മഹാനവറുകൾക്ക് നൽകി. ശേഷം അല്ലാഹു പറയാണ് ഹാദാ ത്വാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ് വഇന്ന ലഹു ഇൻദനാ ലസുൽഫാ വഹുസ്ന മആബ്. ഹേ സുലൈമാൻ, ഹാദാ ത്വാഉനാ, ഇത് നമ്മുടെ ദാനമാണ്, ഇത് നമ്മുടെ ദാനമാണ്. ഫംനുൻ, ഫംനുൻ, നീ ആകയാൽ ഇത് കണക്ക് കൂട്ടാതെ, ഔ അംസിക് ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ഒക്കെ ചെയ്തു കൊള്ളുക. ഇതൊക്കെ നിനക്ക് വിട്ടു തന്ന അധികാരങ്ങളാണ്. ഈ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താങ്കൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്ത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും താങ്കൾക്ക്, കാരണം നല്ല മാർഗത്തിലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം വിനിയോഗിക്കുകയുള്ളൂ എന്ന് റബ്ബിനറിയാലോ. അതുകൊണ്ട് പറയാണ് ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത നിലക്ക് നിങ്ങൾക്ക് ഇതിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വീണ്ടും പ്രശംസിച്ചുകൊണ്ട് പറയാണ് വഇന്ന ലഹു ഇൻദനാ ലസുൽഫാ വഹുസ്ന മആബ്, നിശ്ചയമായും സുലൈമാനു നമ്മുടെ അടുക്കലുണ്ട് ലസുൽഫാ, വല്ലാത്ത അടുപ്പമുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച അടുപ്പമുള്ള ആളാണ് ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. വഹുസ്ന മആബ്, ഏറ്റവും മെച്ചപ്പെട്ട മടക്കസ്ഥാനവുമാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. സ്വർഗത്തിൽ മെച്ചപ്പെട്ട മടക്കസ്ഥാനവും അദ്ദേഹത്തിനുണ്ട് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിച്ചുകൊണ്ട് ഈ വക പ്രത്യേകതകളൊക്കെ എടുത്തു പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ധാരാളം കണ്ടോ, ഈ പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാൽ അനുഗ്രഹീതനായ വ്യക്തിത്വമായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്നാൽ സഹോദരന്മാരെ, മഹാരഥന്മാരായ പ്രവാചകന്മാരെയും മഹാരഥന്മാരെയും ഒക്കെ വളരെ മോശമായി പെരുമാറുന്ന ഒരു സ്വഭാവം യഹൂദികൾക്ക് പണ്ടേയുണ്ട്. നല്ലവരായ ആളുകളെ നിഷ്കരുണം കൊന്നുകളഞ്ഞവർ, അമ്പിയാക്കളെ അന്യായമായി വധിച്ചു കളഞ്ഞവർ, നല്ലവരായ ആളുകളെ നശിപ്പിച്ചവർ, നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, യഹൂദി പാരമ്പര്യമാണത്. അതെന്നും നിലനിൽക്കും. യഹൂദി വർഗ സ്വഭാവമാണത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും അവർക്ക് വേറൊരു കാഴ്ചപ്പാടല്ല ഉള്ളത്. ഒന്നാമത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു നബിയാണെന്ന് പോലും ആര് അംഗീകരിക്കുന്നില്ല? യഹൂദികൾ അംഗീകരിക്കുന്നില്ല. അവര് സുലൈമാൻ ഒരു സോളമൻ, ഒരു ദ കിങ് സോളമൻ എന്നേ അവർ പറയുന്നു. രാജാവ്, ഒരു രാജാവ് മാത്രമാണ് എന്നാണ്. കേവലം ഒരു രാജാവ് മാത്രമാണ്. കേവലം ഒരു രാജാവ് മാത്രമല്ല, നബിയായിട്ട് അവർ അംഗീകരിക്കുന്നേയില്ല. പിന്നെയോ അക്രമി, ധൂർത്തൻ, സ്വേച്ഛാധിപതി, ഇതൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർ ചാർത്തിക്കൊടുത്ത ആരോപണങ്ങളാണ്. അക്രമം കാണിച്ച ഭരണാധികാരി, സ്വാർത്ഥ താല്പര്യക്കാരൻ, സ്വേച്ഛാധിപതി എന്നൊക്കെയാണ് അവർ പരിചയപ്പെടുത്തിയത്. മാത്രമല്ല ഏറ്റവും കടുത്ത പാപമായ വിഗ്രഹാരാധന, ശിർക്ക് ചെയ്തു എന്നുവരെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അവർ ആരോപണം പറഞ്ഞു. വിഗ്രഹാരാധന പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട് എന്നവർ ആരോപണം പറഞ്ഞു. അവരുടെ വേദപുസ്തക നിഘണ്ടു എന്ന പുസ്തകത്തിന്റെ 509ാമത്തെ പേജിൽ കാണാം, അനേകം ഭാര്യമാരുടെ പ്രേരണക്ക് വശംവദനായി അന്യദേവന്മാരെ ആരാധിക്കുകയും, ആരെപ്പറ്റിയാ പറയുന്നത്?
സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വേദപുസ്തക നിഘണ്ടുവിൽ എഴുതിവിടാണ്. അനേകം ഭാര്യമാരുടെ പ്രേരണക്ക് വശംവദനായി അന്യ ദേവന്മാരെ ആരാധിക്കയാലും. കണ്ടോ, ഒന്നാമത്തെ ചാർജ് ഷീറ്റ്, അന്യദേവന്മാരെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ വ്യർത്ഥാഡംബരങ്ങൾക്കായി അനവധി ദ്രവ്യം ദുർവ്യയം ചെയ്യുകയാലും. കണ്ടോ, ആഡംബരത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് ധാരാളക്കണക്കിന് ദ്രവ്യം ദുരുപയോഗം ചെയ്തു, ദൂർത്തടിച്ചു. തന്റെ രാജ്യത്തിൽ താൻ ഉണ്ടാക്കിയ അഭിവൃദ്ധിയെല്ലാം നഷ്ടമാക്കി. കണ്ടോ, തനിക്കുണ്ടായിരുന്ന ജ്ഞാനത്താൽ തന്നെക്കാൾ തന്നെത്താൻ നിയന്ത്രിച്ചു നടത്തുന്നതിന് പ്രാപ്തിയില്ലാതെ സ്വാർത്ഥ താൽപരതയും അതുപോലെ തന്നെ അഹംഭാവവും നിമിത്തം തനിക്ക് മുമ്പുണ്ടായിരുന്ന മഹിമയെല്ലാം അദ്ദേഹം ക്ഷയിപ്പിച്ചു കളഞ്ഞു. വലിയ അഹങ്കാരിയായിരുന്നു, സ്വാർത്ഥനായിരുന്നു, ധൂർത്തനായിരുന്നു, വിഗ്രഹാരാധനയായിരുന്നു. ഭാര്യമാർക്ക് വഴങ്ങിയിട്ട് വിഗ്രഹാരാധന വരെ ചെയ്ത ആളാണ്. ഈ പറയാനൊന്നും ബാക്കിയില്ല. നിറികെട്ട വർഗമാണ് എന്നും യഹൂദികൾ. നല്ലവരെ ദുഷിച്ച് പറയാന്നുള്ളത് യഹൂദി പാരമ്പര്യമാണ്. നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരണം, നല്ലവരെയും മഹാരഥന്മാരെയും ദുഷിച്ചു പറയുന്ന പരിപാടിയുടെ പാരമ്പര്യം യഹൂദികൾക്കുണ്ട്. ആ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാവരുത് റബ്ബേ. അവർക്ക് ഒരുപാട് അള്ളാന്റെ ശാപവും കോപമൊക്കെ കിട്ടാൻ ഒരുപാട് നിമിത്തങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് നല്ലവരെ അവർ കൊന്നൊടുക്കിയിരുന്നു, നല്ലവരെ മിണ്ടാൻ വിട്ടിരുന്നില്ല, നല്ലവരെ കൂച്ചുവലം കിട്ടിയിരുന്നു, നല്ലവരെ തകർക്കാൻ നോക്കിയിരുന്നു, അവർക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു, അവരെ പരിഹസിച്ചിരുന്നു, അവരെ മനോദാർഢ്യം തകർക്കാൻ വേണ്ടി അവരെ എല്ലാ വിധത്തിലും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യഹൂദി പാരമ്പര്യമാണത്, അതവരുടെ പാരമ്പര്യമാണ്, അതവരാരെയും വിട്ടിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സോളമൻ കിങ് ഒരു രാജാവ് മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ഈ പറയുന്ന എല്ലാ രൂപത്തിലുള്ള മോശത്തരങ്ങളും മഹാരഥനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൽ അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, യഹൂദികൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ സിഹ്ർ നടത്തുന്നയാളാണ് എന്ന ആഭിചാരവൃത്തിയും ആരോപിച്ചു കളഞ്ഞു. സിഹ്ർ എന്ന് പറയുന്നത് കുഫറാണ്. ഇസ്ലാം സബുൽ മൂബിഖാത്ത് 7 വൻപാപങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ 7 വൻപാപങ്ങളിൽ ഒന്ന് ശിർക്ക് കഴിഞ്ഞാൽ 2 അസ്സിഹ്റു എന്നാണ്. സിഹ്ർ, മാരണം, കൂടോത്രം, ആഭിചാരം എന്നൊക്കെ പറയുന്ന ദുഷ്കർമ്മം. ഒന്നാമത്തതും സുലൈമാൻ നബിയിൽ അവർ ആരോപിച്ചു, പിന്നെ രണ്ടാമത്തതും വിടുന്നില്ല. സിഹ്റുവാണ്, ഏറ്റവും വലിയ വിദഗ്ധനായ സാഹിറാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ജിന്നുകളെ കീഴ്പ്പെടുത്തലും പറവകളെ കീഴ്പ്പെടുത്തലും കാറ്റിനെ കീഴ്പ്പെടുത്തി കിട്ടിയതൊക്കെ. സുലൈമാന് ഒരു പ്രത്യേകമായ മോതിരണ്ടായിരുന്നു, അതുപോലെ തന്നെ പല ഏടുകളും ഉണ്ടായിരുന്നു. അതിന്മേലൊക്കെയാണ് മൂപ്പരുടെ അധികാരം കൈയാളിയിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ആ മോതിരത്തിന്റെ കഥയൊക്കെ. അങ്ങനെ ഇതൊക്കെ ജൂതന്മാര് പടച്ചുണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഭിചാരവൃത്തിക്കാരനായിരുന്നു എന്നും അതിലൂടെ അധികാരം നിലനിർത്തിയ ആളാണെന്നും അങ്ങനെ കുഫർ ആരോപിച്ചു, കാഫിറായി എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് യഹൂദികൾ പറഞ്ഞു വരുത്തി. പരിശുദ്ധ ഖുർആൻ അവരുടെ ആ എല്ലാവിധ ആരോപണങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 102, 103 ആയത്തുകളിലൂടെ പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാതീനു അലാ മുൽക്കി സുലൈമാൻ. ആ യഹൂദികൾ പിൻപറ്റി, യഹൂദികൾ പിൻപറ്റി മാ തത്ലു ശയാതീനു, പിശാചുക്കൾ ഓതിക്കൊടുക്കുന്നത് അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരത്തിന്റെ കാരണം ഈ സിഹ്റാണ്, ഈ രൂപത്തിലുള്ള ആഭിചാര വൃത്തികളാണ് എന്ന് ശൈത്താന്മാര് പ്രചരിപ്പിച്ചപ്പോ യഹൂദികൾ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമാ കഫറ സുലൈമാനു, സുലൈമാൻ ഒരിക്കലും കാഫിറായിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും നിഷേധിയായിട്ടില്ല. അദ്ദേഹം സിഹിറിന്റെ ആളല്ല, അദ്ദേഹം സിഹിർ ചെയ്തിട്ടില്ല. വലാകിന്ന ശയാതീന കഫറൂ, മറിച്ച് നിഷേധികളായി പോയത് ശൈത്താന്മാരാണ്. ശൈത്താന്മാരാണ് ലോകത്ത് എന്ത് പഠിപ്പിക്കുന്നത്? യുഅല്ലിമൂനന്നാസ സിഹ്റ, അവരാണ് ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു വരുന്നത്. സുലൈമാൻ നബി ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചിട്ടില്ല, ശൈത്താന്മാരാണ് ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുത്തത്. അതിനെയാണ് ഇവർ പിൻപറ്റിയത്. അതുപോലെ തന്നെ വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത്,
ബാബിലോണിലുള്ള ഹാറൂത്ത് മാറൂത്ത് എന്ന പേരിലുള്ള രണ്ട് മലക്കുകൾക്ക് അള്ളാഹു ചില കാര്യങ്ങൾ ഇറക്കി കൊടുത്തിരുന്നു, ചില വിജ്ഞാനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവരും ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരാൾക്കും അവരവരുടെ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. ഏതുവരെ ഹാറൂത്തും മാറൂത്തും ആരോടും പറയാറുണ്ട് ആമുഖമായി, ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, ഫലാ തക്ഫുർ, നിങ്ങൾ അവിശ്വാസികളായി പോകരുത്. ഈ സിഹിറിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാനല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ കാഫിറാകുന്ന പരിപാടിയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കല്ലേ എന്ന് ആമുഖമായി പറയാതെ ഒരാൾക്കും അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. ഫയതഅല്ലമൂന മിൻഹുമാ, അങ്ങനെ അവർ രണ്ടാളിൽ നിന്നും അവരെ പഠിച്ചിരുന്നു. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ സിഹിറിലൂടെ അവരെ പഠിച്ചിരുന്നു. എന്നിട്ടല്ല പറയാണ്, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ആ സിഹിറിലൂടെ അവർ ഒരാൾക്കും ഒരു ഉപദ്രവവും വരുത്തുന്നവരല്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് കൂടാതെ. അപ്പൊ സിഹിർ മുഖേന ചിലതൊക്കെ ഉണ്ടാകും. അതെങ്ങനെയാ? അത് അള്ളാന്റെ അനുമതി പ്രകാരം അല്ലാതെ ഒന്നും നടക്കൂല. സാഹിറന്മാരുടെ കഴിവോ അവർക്ക് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള കഴിവോ അഭൗതികമായ കഴിവോ ഉണ്ടായതുകൊണ്ടൊന്നുമല്ല സിഹിർ ഫലിക്കുന്നത്. അത് അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണം, അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താ? മഹാരഥനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് എന്തു പറഞ്ഞു? മഹാനവറുകൾ സിഹിറിലൂടെയാണ് അധികാരം നിലനിർത്തിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ പച്ചക്കള്ളം യഹൂദികൾ പ്രചരിപ്പിക്കുകയാണ്. എന്നാലോ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ആ നിലക്കുള്ള ഒരു പ്രവൃത്തിയും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടില്ല. ഒരിക്കലും മഹാനവറുകൾ അങ്ങനെ ഒരു രൂപത്തിലുള്ള പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടില്ല. പല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സിഹിർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ഈ സിഹിർ? ആഭിചാരം എന്നും ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, കൺകെട്ട്, മെസ്മരീസം, മാരണം എന്നീ അർത്ഥങ്ങളിലൊക്കെ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന പദാണ് സിഹിർ. എനിക്കത് പറയും. പല ഐറ്റംസ് അതിലുണ്ട്. സിഹിർ എന്ന് പറഞ്ഞാൽ അതിൽ പല വകുപ്പുകളുണ്ട്, പലതുണ്ട്. എന്താണ് അതിൽ നടക്കുന്ന സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. അതാണ് കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ പ്രയാസമുള്ള എല്ലാ സൂത്രവിദ്യകൾക്കും സിഹിർ എന്ന് പറയാം. നമുക്ക് മനസ്സിലാവില്ല എന്താ അവിടെ നടന്നത്. എന്നാ അവിടെ നടന്നതെന്താ നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തെന്തോ അഭൗതികമായ കഴിവ് അവിടെ നടന്നു എന്ന് വല്ലതും അർത്ഥമുണ്ടോ? ഇല്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് വമ്പിച്ച അപകടത്തിൽ പല ആളുകളും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഒന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇസ്മിന്റെ പണി, അസ്മായിന്റെ മൗലയന്മാരെന്നറിയാം, അസ്മായിന്റെ പണി എടുക്കുന്ന ആൾക്കാർ, തൽസമാത്ത്, അങ്ങനെയുള്ള പല പരിപാടികളും, അങ്ങനെ ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്, ആ രൂപത്തിലുള്ള മരണമടഞ്ഞുപോയ ആളുകൾ, നക്ഷത്രഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നൊക്കെ അവയോടൊക്കെ സഹായം തേടുന്ന, അവയിൽ നിന്നൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളൊക്കെ അടങ്ങിയിട്ടുള്ള, ചിലപ്പോ ചില മരുന്നുകളും കൂടി കൂട്ടിക്കുഴച്ച് മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടൊക്കെയുള്ള പരിപാടികളാണ് നടത്തുക. അക്കങ്ങളും കള്ളികളും അതുപോലെ തന്നെ മന്ത്രതന്ത്രങ്ങളും ജപവും ഹോമവും ഉറുക്കും നെറുക്കും അക്കക്കളങ്ങളും രക്ഷാ തകിടുകളും അതുപോലെ തന്നെ കയ്യൊതുക്കം, മെസ്മരീസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ തുടങ്ങിയ ധാരാളം ഐറ്റംസ് സിഹിറിന്റെ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇസ്ലാം ഇതൊക്കെ ഹറാമാക്കിയിട്ടുള്ളത്. ചിലത് വമ്പിച്ച കുഫ്റുമാണ്, ശിർക്കും കുഫ്റുമായ പ്രവർത്തനങ്ങളാണ്. കാരണം ശൈത്താന്മാരോട് സഹായം തേടി ശൈത്താനിൽ നിന്ന് കിട്ടുന്ന ചില ചില്ലറ ഉപകാരങ്ങളിലൂടെയൊക്കെയാണ് ഈ പണി നടക്കുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയാ, വൻ കാര്യങ്ങൾ സാധിച്ചെടുക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെയാണ് സിഹിറിലൂടെ ലക്ഷ്യമാക്കാറുള്ളത്. അതൊക്കെയാണ് ഈ സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന ആളുകൾ ലക്ഷ്യമാക്കാറുള്ളത്. ഇതൊക്കെയാണ്. എന്താ ഇസ്ലാമിൽ അതിന്റെ വിധി? സിഹിർ ചെയ്യാൻ പാടുണ്ടോ? ഹറാം, തനിച്ച ഹറാമാണ്. സിഹിർ ചെയ്യാനേ പാടില്ല, വൻപാപമാണ്. ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമത് എണ്ണിയത് ഏതാ വൻപാപം? സിഹിർ. മാരണം ചെയ്യാൻ പാടില്ല.
മാരണം ചെയ്യാൻ പാടില്ല. അത് ശിർക്കും കുഫറുമായി മാറും. കാരണം എന്താ? പിശാചുക്കളുടെ ശൈത്താന്മാരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും യോജിക്കാത്തത്, അവിശ്വാസത്തിനും അവിശ്വാസികൾക്കും മാത്രം യോജിക്കുന്നതുമാണ് എന്ത്? സിഹിറിന്റെ എല്ലാ ഇനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, അവര് പഠിച്ചെടുക്കുന്ന സിഹിറിൽ, ഈ സിഹിറിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടങ്ങളിലും ആളുകൾക്കിടയിൽ ചില സംശയങ്ങൾ ഉയർത്തിവിടാറുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് ഈ രൂപത്തിലുള്ള ഇങ്ങനെ വല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവുമോ? അങ്ങനെ ഫലിക്കോ? അതോ അത് വെറും മായയാണോ? വെറുതെ അതിന് യാഥാർത്ഥ്യമൊന്നുമില്ലേ? യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് അല്ലാഹു തആല നമ്മോട് കാവൽ ചോദിക്കാൻ പഠിപ്പിച്ചുകൊണ്ടൊരു സൂറത്ത് ഇറക്കിയത്. സിഹിർ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോ ചില ഉപദ്രവങ്ങളും ഇടങ്ങേറും വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കും. ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് പാടില്ല എന്ന് പറഞ്ഞും അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനും പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവരുടെ ശർറിൽ എന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ കെട്ടിട്ടയിൽ ഊതിയ എന്തോ ശർറുണ്ട്. നഫ്ഫാസാതി ഫിൽ ഉഖദി, ഉഖദത്തുകളിൽ കെട്ടുകളിൽ ഊതുന്നവന്മാരുടെ ശർറിൽ നിന്ന്, ഊതുന്നവൾമാരുടെ ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ചില രൂപത്തിലുള്ള ക്രിയകളും കർമ്മങ്ങളും പൈശാചികമായ ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ചില രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നേക്കും. അങ്ങനെ വരുമ്പോ അതിനെന്താ വഴി? തിരിച്ച് സിഹിർ ചെയ്യലല്ല, തിരിച്ച് വേല ഒപ്പിക്കലല്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ നിലക്കുള്ള ദുആകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ തന്നെയാണ് അതിനുള്ള പരിഹാരമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നതും. പക്ഷേ ഇവിടെ ചില ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുവെന്ന് സിഹിർ എന്ന് പറയുന്നത് കേവലം മിഥ്യയാണ്, ഒന്നും സംഭവിക്കൂല, അതുകൊണ്ടൊന്നും സംഭവിക്കൂല. അല്ലാഹു തആല എന്താ പറയുന്നത്? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഒരാളുടെയും അയാളുടെ ഇണക്കുമിടയിൽ വേർപിരിക്കുന്ന കാര്യം അവരവരിൽ നിന്ന് പഠിച്ചെടുത്തിരുന്നു. അപ്പൊ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇത്തരത്തിലുള്ള വേലകളിലൂടെ കഴിയും എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാലോ ഇത് അവർക്ക് വല്ല അഭൗതികമായ കഴിവുമുള്ളത് കൊണ്ടാണോ? ഇത് അവർക്ക് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം കടന്നുകൊണ്ട് വല്ല കഴിവും അവർക്കുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണ് ചില സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല. അപ്പൊ അള്ളാന്റെ ഉത്തരവുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് വരുത്തും? ഉപദ്രവം വരുത്തും. അവരുടെ കഴിവുകൊണ്ട് ഒരു ഉപദ്രവം വരുത്താൻ കഴിയൂല. അള്ളാന്റെ ഉത്തരവുണ്ടെങ്കിൽ അത് നടക്കും. ഏതുപോലെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. വാളെടുത്തിട്ട് കഴുത്തിന് വെട്ടിയ ജീവൻ പോകും എന്നുള്ളത് അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ്. വാളെടുത്തിട്ട് ഒരാളുടെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിന് ഇടയാക്കും എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചൊരു നിശ്ചയങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും. ചെയ്യാൻ പാടില്ല, വെട്ടരുത്, ഒരാളെ കൊല്ലരുത്. കാരണം അത് ആ കാര്യം ഉണ്ടായാൽ ആ കാരണം അവിടെ സംഭവിക്കും. അള്ളാഹ് നിശ്ചയിച്ച കാര്യകാരണ ബന്ധാണ്. വാളെടുത്തിട്ട് കഴുത്തിൽ വെട്ടിയാൽ മരിച്ചു പോകും, ചിലപ്പോൾ. ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് വിരോധിച്ചു. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കൂല. ഓരോന്നിനും കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത്, ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോ അതാത് കാര്യങ്ങൾ സംഭവിക്കുന്നത് അള്ളാന്റെ ഉത്തരവും ഉദ്ദേശവും അനുസരിച്ച് തന്നെയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതും എന്താണ്? അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് സിഹിറിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ സിഹിർ ചെയ്യുന്നവന്റെ അല്ലെങ്കിൽ അവന്റെ പ്രത്യേകമായ ഒരു അഭൗതികമായ കഴിവ്, ഏതെങ്കിലും നിലക്കുള്ള ഒരു അദൃശ്യമായ കഴിവൊന്നുമല്ല ആ ഫലം അവിടെ ഉണ്ടാകുന്നത്. മറിച്ച് സിഹിറിനെയും ഒരു ഉപദ്രവത്തിന്റെ കാരണമാക്കിയിട്ട് ആര് നിശ്ചയിച്ചിട്ടുണ്ട്? അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന പ്രവർത്തികളൊക്കെ ചെയ്ത ഇന്ന ദോഷങ്ങൾ വരുന്നു, അള്ളാഹ് നിശ്ചയിച്ച കാരണം.
ആ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം ഒരാൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. എന്നാൽ ചില ആളുകൾ വിചാരിച്ച എന്താണ്, ഇങ്ങനെ സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ച മുശ്രിക്കായി. എന്താ സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാ പിന്നെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് ശൈത്താന്റെ അടുത്ത് നിന്നുള്ളത് കിട്ടലായില്ലേ, അപ്പൊ ശിർക്കായി പോയില്ലേ എന്നാണ്. സഹോദരന്മാരെ, കുഴഞ്ഞു മറിഞ്ഞ് വിഷയമാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് വരെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ചില സ്വാർത്ഥ താല്പര്യക്കാര് പാരായണം ചെയ്തിട്ടുണ്ട്. എന്തിന്? സിഹിർ കൊണ്ട് ഒന്നും സംഭവിക്കൂല എന്ന് പറയാൻ വേണ്ടി. അപ്പൊ അവനവന്റെ ലക്ഷ്യം നേടി. സിഹിർ വെറുതെയാണ്, മിഥ്യയാണ്, അത് ഫലിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നൊക്കെ വിശ്വസിച്ചാൽ കാഫിറായി പോകും, മുശ്രിക്കായി പോകും എന്നൊക്കെയാണ്. സഹീഹുൽ ബുഖാരിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില വിഷമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം വന്നു. സൂറത്തുൽ ഫലഖ്, നാസ്, അതിലൂടെയൊക്കെ അതിന് പരിഹാരവുമായി അത് ഒഴിവാവുകയും ചെയ്തു. ഇത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്നാൽ ഇതൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി, മുശ്രിക്കായി എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഗൗരവമാണത്. ആരെയൊക്കെ മുശ്രിക്കാക്കേണ്ടി വരും, ആരെയൊക്കെ കാഫിറാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ ഒരു കഷ്ടം വരെ മുറിച്ച് പാരായണം ചെയ്യേണ്ടി വന്നത്. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള വസ്വാസുകളിൽ നിന്നും വസ്വാസുകാരിൽ നിന്നും നമ്മുടെ ഈമാനിനെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നിശ്ചയിച്ചൊരു കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് ഇതും. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാം, അള്ളാഹ് നിശ്ചയിച്ച കാരണം. അല്ലാതെ അതിനപ്പുറമുള്ള ഒരു അഭൗതികവും കാര്യകാരണബന്ധത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രത്യേകമായ കഴിവൊക്കെ വകവെച്ചു കൊടുക്കലാകും എന്നൊന്നും അതിൽ വരുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഈ വിഷയത്തിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ അദ്ദേഹം സൂറത്തുൽ ബഖറയുടെ ആയത്തിന് വിശദീകരണം കൊടുത്തേടത്ത്, അതുപോലെ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണം കൊടുത്തേടത്തൊക്കെ വന്ന സംഭവങ്ങൾ വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, അതിലുമൊക്കെ ഈ വക കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിലും ഈ കടുത്ത ആഭിചാര വൃത്തി എന്ന് പറയുന്ന കുഫിരിയത്തിന്റേതായ രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് യഹൂദികൾ ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് ഒഴിവാണ് ജനങ്ങളെ. ഒരിക്കലും മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. വമാ കഫറ സുലൈമാൻ, മറിച്ച് ശൈത്താന്മാരാണ് ഇതിന്റെയൊക്കെ പ്രചാരകന്മാര്. അവനാണത് പഠിച്ചതും പഠിപ്പിച്ച് ആ രൂപത്തിലുള്ള ഫിത്നകൾക്കൊക്കെ ഉണ്ടാകുന്ന നിലക്ക് അതിന്റെ പ്രചാരം കൊടുത്തത് അവരാണ്. അങ്ങനെ അവർക്ക് ഉപകാരമില്ലാത്തതും ഉപദ്രവം മാത്രമുള്ളതുമായതാണ് സിഹിറിലൂടെ അവർ പഠിച്ചെടുത്തിരുന്നത്. അപ്പൊ സിഹിർ മുഖേന ഒരു ഗുണവും ലഭിക്കാനില്ല എന്ന് മാത്രല്ല, അത് ദോഷവും വരുത്തും. ഈ ചില്ലറ ദോഷങ്ങളൊക്കെ, ചില്ലറ ഗുണങ്ങളൊക്കെ സിഹിർ ചെയ്തിട്ട് ഒരാൾക്ക് കിട്ടിയെന്ന് വരിക, എന്നാൽ തന്നെ അതൊക്കെ താൽക്കാലികമായ ഈ ലോകത്തുള്ള നിസ്സാര നേട്ടങ്ങളാണ്. അതാ തുടർന്നുകൊണ്ടല്ല പറയുന്നത്, വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവര് ആഖിറത്തിന് പകരം കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഓഹരി അത് വളരെ തുച്ഛമായ ഓഹരിയാണ്. ആഖിറത്തിൽ അവർക്കിനി ഒന്നും കിട്ടാനില്ല. അവരീ വാങ്ങിയിട്ടുള്ളത് ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരീ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഈ സിഹിറിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ യഹൂദികൾ ശിർക്കാരോപിച്ചു, സിഹിറാരോപിച്ചു. മഹാനവറുകൾ അതിൽ നിന്നൊക്കെ ഒഴിവാണ് എന്ന് അള്ളാഹു ആ കുപ്രചരണങ്ങളെയൊക്കെ ശക്തമായി തന്നെ ഖണ്ഡിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ മോതിരത്തിന്റെ പ്രത്യേകതയും ആഭിചാരവൃത്തിയുടെ പ്രത്യേകതയൊന്നും ആയിരുന്നില്ല. ആ മഹാഗുണങ്ങളും പ്രത്യേകതകളൊക്കെ അള്ളാഹു ഔദാര്യമായിട്ടാണ് കൊടുത്തതായിരുന്നു എന്ന് സമൂഹത്തിന് പഠിപ്പിക്കുന്ന നിലക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയ എല്ലാ രൂപത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിൽ നിന്നും മുക്തമാക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെയും ചെയ്തിട്ടുള്ളത്. ഇനിയും സഹോദരന്മാരെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയായിട്ടും മറ്റു കാര്യങ്ങളായിക്കൊണ്ടും അള്ളാഹു തആല പറഞ്ഞ ഏതാനും കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനും നേരായ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാതെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും വക്താക്കളായി മുന്നേറുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ.
നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ, നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله.